അയ്യോ ഷുഡാപ്പികൾ ഞങ്ങളുടെ ആശുപത്രി പൂട്ടിച്ചാൻ നോക്കുന്നേ, ഓടിവായോ രക്ഷിച്ചണേ. ഞാൻ പണ്ട് ഒരു മുണ്ണക്കുഞ്ഞാടായി പാതിരികളുടെ കുപ്പായം പൊക്കി നടന്ന കാലത്ത് മുതൽ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്ത് കൊള്ളരുതായ്മകൾ കാണിച്ചാലും അതെല്ലാം സാത്താന്റെ പണിയാണെന്നായിരുന്നു കൂതാശപ്പണിക്കാരന്മാർ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളതെല്ലാം കണ്ണടച്ച് ആമേനടിച്ച് വിശ്വസിക്കുമായിരുന്നു. പാലാമെത്രാന്റെ കള്ളപ്പണ ഇടപാടുകൾ ഇ ഡി ശ്രദ്ധിക്കുകയും പല FCRA അക്കൗണ്ടുകളും പൂട്ടിക്കുകയും ചെയ്തപ്പോൾ ഇ ഡി ഉടനെ അരമന കയറി നിറങ്ങുമെന്ന് മനസ്സിലായപ്പോൾ വെള്ളത്താടിയുള്ള അപ്പൂപ്പനെ സുഖിപ്പിക്കുവാൻ വിളിച്ചു പറഞ്ഞു, അയ്യോ ലവ് ജിഹാദ്, ലവ് ജിഹാദ്, ഞങ്ങളുടെ അച്ചായത്തിമാരെ സ്നേഹിച്ച് കാക്കാച്ചക്കന്മാർ കൊണ്ടുപോകുന്നേ എന്ന്. ആ നിലവിളി ശബ്ദം ഒരു പരിധിവരെ പാലാമെത്രാനെ ഇ ഡിയിൽ നിന്നും രക്ഷിച്ചു എന്നത് അരമന രഹസ്യമല്ല. ഇന്ന് ഇവന്മാർക്ക് ക്രിസ്തുവിനെ പേടിയില്ലെങ്കിലും താടിയുള്ള അപ്പൂപ്പനെ പേടിയാണ്. ഇത് പച്ച പരമാർത്ഥമാണ്. ഇപ്പോൾ ഇതാ പാലാ സ്ലീവ ആശുപത്രിയിലെ പോരായ്മകളും ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങളും നഴ്സുമാരുടെ സമരവുമെല്ലാം ഈരാറ്റുപേട്ടയിൽ വരുന്ന സുഡാപ്പി ആശുപത്രിക്കാർ നടത്തുന്ന പരിപാടികളാണെന്നാണ് ഇപ്പോൾ അരമന കിങ്കരന്മാർ പ്രചരിപ്പിക്കുന്നത്. ഇത് ഇന്നലെ മുതൽ എല്ലാ കത്തോലിക്ക ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് കണ്ടാൽ ഒരു ശരാശരി കത്തോലിക്കനിലെ കത്തോലിക്കനിസം ഉണരും. അമ്മടെ ഷുഡാപ്പി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തെറിയഭിഷേകത്തിന് അവർ ചാടിപ്പുറപ്പെടുകയും ചെയ്യും. എനിക്ക് അരമനക്കിങ്കരന്മാരോട് ചോദിക്കുവാനുള്ളത്, സമരത്തിനിറങ്ങിയവരിൽ ഭൂരിഭാഗവും നിങ്ങൾ പുറത്താക്കിയ സംഘടന നേതാവും കത്തോലിക്ക സഭാംഗങ്ങളും ഒരു കത്തോലിക്ക സഭാംഗവും അച്ഛന്മാരുടെയും കൊച്ചന്മാരുടെയും ബന്ധുക്കളും മാത്രമല്ലേ? ഇവരെ ഷുഡാപ്പികൾ സ്വാധീനിച്ചാൽ നീയൊക്കെ പിന്നെ എന്നാ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ എളിയ ചോദ്യം. എന്തായാലും സ്ലീവ മെഡിസിറ്റിയിലെ നഴ്സുമാരുടെ സൂചനാ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. സൂചന എന്ന നിലയിൽ ഡ്യൂട്ടിയിൽ ഇല്ലാത്തവർ മാത്രമാണ് ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് സിംബോളിക്കായി നഴ്സുമാർ കറുത്ത തുണി കൊണ്ട് വാമൂടിക്കെട്ടിയാണ് പ്രതിഷേധം നടത്തിയത്. വാമൂടിക്കെട്ടിയ ജീവനക്കാരെയാണ് ഇന്ന് സ്ലീവ ആശുപത്രി മാനേജ്മെന്റിന് ആവശ്യമുള്ളത്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാകും. എത്ര ദിവസം ഷുഡാപ്പികളെ ചാരിവന്മാർ രക്ഷപ്പെടും എന്നാണ് കണ്ടറിയേണ്ടുന്നത്. ഇന്നത്തെ സൂചനാ സമരത്തിന്റെ ആ ദൃശ്യങ്ങളിലേക്ക്. ഇതാണ് നമ്മുടെ മാർസ്ലിവായിലെ സ്ഥിതി. നേഴ്സുമാർ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ, അതായത് ഇവിടെ പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ വെളിയിലാക്കുക, പുറത്താക്കുക. ഏത് അന്യായം നടന്നാലും ഏത് അനീതി നടന്നാലും മാർസ്ലിവായിലെ നേഴ്സുമാർക്ക് പ്രതികരിക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല. ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന അവസ്ഥയാണ്. വാ മൂടിക്കെട്ടി കണ്ടില്ല കേട്ടില്ല ആ അവസ്ഥയിലേക്ക് പോകും. ഇവിടെയുള്ള നമ്മുടെ ഭരണാധികാരികളും ഇതിൻ്റെ മേലധികാരികളൊക്കെ എവിടെയാണെന്നുള്ളത്. ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും അല്ലെങ്കിൽ ചർച്ച ആവശ്യപ്പെട്ട് ചെന്നാൽ പോലും അതിന് തയ്യാറാകാത്ത ഇവർ, അതായത് HR കയറി ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ എല്ലാവരും വാലും പൂട്ടി അകത്തിരുന്ന് ഒളിച്ചിരിക്കേണ്ട എന്താ അവസ്ഥയാണുള്ളത്. അവർ തെറ്റ് ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഒരു തെളിവാണ്. ഒരു ചർച്ചയ്ക്ക് പോലും മുതിരാതെ എല്ലാവരും അകത്ത് കയറി വാൽ ലോക്ക് ചെയ്ത് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഈ കാണിക്കുന്ന അന്യായം. അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുമാത്രം അന്യായമാണ് ഇവിടെ നടക്കുന്നത്. നേഴ്സുമാരുടെ മേലുള്ള ചൂഷണം മൂടിക്കെട്ടി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടെ നീങ്ങുകയാണ്. കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മൾ സമരത്തിലോട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ സമരത്തിലോട്ട് പോകും, അത് സംശയമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറേണ്ട ആൾക്കാർ, അതായത് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് ഡ്യൂട്ടിക്ക് കയറുന്ന അതിനുവേണ്ടി എത്തിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ ഈ പ്രതിഷേധത്തിലുള്ളത്. അതിൽ തുടർന്ന് നമ്മൾ ഈ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ ഈ പ്രതിഷേധം നമുക്ക് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഒരു മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നത് ബാക്കിയുള്ള വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലും പേഴ്സണലിലും നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ചിട്ട് വ്യക്തമായിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നമ്മളെ ലേബർ ഓഫീസിൽ നിന്ന് നാളെ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണം. നാളെ 2 മണിക്കാണ് ചർച്ച. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണ്. പക്ഷേ മാനേജ്മെൻറ്റ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളെ 2 മണിയോടുകൂടി അറിയാൻ പറ്റുള്ളൂ. അപ്പം
പലതരത്തിലും ഇവർ നമ്മളെ പല സാഹചര്യങ്ങളിലും ഇവർ വരാതിരുന്നിട്ടുണ്ട്, നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ചർച്ചകൾക്ക് നമ്മൾ തയ്യാറാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയോ ഒരു കാലതാമസവും ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നമ്മുടെ പിള്ളേരോടൊക്കെ പറയേണ്ട വേറെ കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയത എന്ന് പറയുന്ന വേറെ ലെവലിൽ ആളെ കത്തിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ബാക്കിയുള്ളവർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നവരോട് ക്ലാരിഫൈ ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധത്തിലും സംസാരത്തിലും വരുന്നവരോട് നിങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ കൊടുക്കുക. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.